നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFും BJPയും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി പ്രചരണഘട്ടത്തിന് തുടക്കമിട്ടിരിക്കെ മൂന്നാം സീറ്റ് ആവശ്യമുയർത്തി മുസ്ലിം ലീഗ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. വയനാട് കൂടി നൽകണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നത് UDFിലെ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിവരം. UDFിൽ നിന്നുകൊണ്ട് ലീഗ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് ലീഗിനെ എത്രത്തോളം പ്രീണിപ്പിച്ചു എന്നുള്ളത്. 5ാം മന്ത്രി കൊടുത്തു. അതുപോലെ കോൺഗ്രസിൻ്റെ അതിപ്രധാനമായിട്ടുള്ള തീരുമാനം പോലും പാണക്കാട്ട് തങ്ങളുടെ അറിയിക്കണം. അവർക്ക് KPCC ഓഫീസിലെത്തി കോൺഗ്രസ്സുകാരെ നിലയ്ക്ക് നിർത്താൻ പോലുമുള്ള അധികാരമുണ്ട്. അങ്ങനെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ് ലീഗ്. ഇപ്പോൾ ഈ മൂന്നാം സീറ്റിന് വേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് നട്ടെല്ല് വളയ്ക്കേണ്ടി വരും. UDF യോഗത്തിൽ ലീഗ് ഈ വിഷയം ഉന്നയിച്ചു എന്നാണ് അറിയുന്നത്. മുമ്പും ലീഗ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം അനുരഞ്ജന ചർച്ചയിൽ പിന്നാക്കം പോകുന്നതായിരുന്നു സ്ഥിതി. എന്നാൽ ഇത്തവണ ലീഗ് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലാണ്. മൂന്നാം സീറ്റായി വയനാടിനായിരിക്കും ഇവർ അവകാശം ഉന്നയിക്കുക. കാരണം ഈ വയനാട് വളരെ സേഫായിട്ടുള്ള ഒരിടമാണ് കോൺഗ്രസ് UDFിനെ സംബന്ധിച്ചിടത്തോളം. ആര് നിന്നാലും ഏത് കുറ്റിച്ചൂല് നിന്നാലും വിജയം ഉറപ്പാണെന്നുള്ളതാണ്. ഈ കേരളം മുഴുവൻ LDFിന് ഒരു തരംഗം ഉണ്ടാകുന്ന സമയത്തിലും എറണാകുളം UDFിന് ഒരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുമെന്ന് പറയുന്നത് പോലെയാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം എപ്പോഴും വളരെ സേഫാണ്. അതുകൊണ്ടാണല്ലോ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇടം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ പയ്യനിങ്ങി പോന്നത്. രാഹുൽ ഗാന്ധി മറ്റൊരിടത്തും ഒരു രക്ഷയില്ലാതെ വന്ന് വയനാട്ടിൽ നിന്ന് നോമിനേഷൻ കൊടുത്തിട്ടങ്ങ് പോയി. ജയിച്ചു കഴിയും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എതിർ സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ തോക്കുകയും ചെയ്യും. എന്തായാലും വയനാടിന് വേണ്ടിയിട്ടാണ് ലീഗ് ഇപ്പോൾ നിൽക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ, അത് ഇക്കുറി ഉറപ്പ് പറഞ്ഞിട്ടില്ല രാഹുൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി അഥവാ മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ രാഹുലിന് കൊടുത്തേ പറ്റുള്ളൂ. കണ്ണൂരോ വടകരയോ വേണമെന്ന് ആവശ്യപ്പെടും. ഈ കണ്ണൂരിലും വടകരയിലും കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഒരു വലിയ സപ്പോർട്ട് അവിടെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പോകുന്നത്. പക്ഷേ അവർ കോൺഗ്രസ്സുകാർ തന്നെ ചിലപ്പോൾ കാലുവാരി കൊടുക്കുകയും ചെയ്യും. രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് ചോദിക്കും എന്നാണ് അറിയുന്നത്. ലീഗ് വഴങ്ങാത്ത സാഹചര്യമുണ്ടായാൽ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വരും. അതേസമയം രാജ്യസഭാ സീറ്റുകൾ കൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ആശങ്ക. LDFും BJPയും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. എന്നാൽ UDF ചർച്ചയിൽ തട്ടി നിൽക്കുകയാണ്. അതിനിടയിലാണ് ലീഗിൻ്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കുന്നതെന്ന LDF കൺവീനറുടെ പ്രസ്താവനയും UDFിനെ വലച്ചിട്ടുണ്ട്. ലീഗിനെ കോൺഗ്രസ് അവഗണിച്ചെന്നും ലീഗ് തനിച്ച് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഗതികേടിലാകുമെന്നും ജയരാജൻ പറയുന്നുണ്ട്. ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യം അനുവദിക്കാൻ സാഹചര്യമില്ലെന്ന മറുപടി നേരത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗിന് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ലീഗിൻ്റെ ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അതിന് കോൺഗ്രസിന് വഴങ്ങേണ്ടിയും വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് ലീഗ് ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്നത് ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയും. ഇല്ലെന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ ഒരു കാലം മറ്റേ വള്ളത്തിലാണ്, LDFിലേക്ക് ചാടാൻ നിൽക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോഴേക്ക് ചിത്രം ഏതാണ്ട് കൃത്യമായി കഴിയും. പതുക്കെ ലീഗ് മറുകണ്ഠം ചാടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് എത്രത്തോളം നേടാമോ അതെല്ലാം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ലീഗ് നിൽക്കുന്നത്. ലീഗ് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടേ പോകൂ, നേടിയിട്ടേ അടങ്ങൂ.